ഇന്ന് ഞാൻ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ ഒരു ദിവസം കൊണ്ട് കണ്ടുവരാൻ ഉള്ള ഒരു ചെറിയ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ 3 മണിക്ക് തന്നെ വീട്ടിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു. എറണാകുളം ടൗണിൽ നിന്ന് 3:50 കന്യാകുമാരി എക്സ്പ്രസ്സിലാണ് ഇന്നത്തെ എൻ്റെ യാത്ര. മാക്സിമം ചിലവ് ചുരുക്കിയാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. അങ്ങനെ യാത്ര തുടർന്നു. പാറശാല കഴിഞ്ഞപ്പോൾ മുതൽ നല്ല മഴ തുടങ്ങി. തമിഴ്നാട്ടിലും നല്ല മഴയാണെന്നാണ് ഗൂഗിൾ നോക്കിയപ്പോൾ അറിഞ്ഞത്. ഇതും കൂടി കണ്ടപ്പോൾ എൻ്റെ എല്ലാ പ്രതീക്ഷയും പോയി. 11:50 കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. അവിടെ നിന്നൊരു 400-500 മീറ്റർ ഉണ്ട് വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ട് ജെട്ടിയിലേക്ക്. ഇവിടെയാണെങ്കിൽ മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. 100 രൂപയാണ് ഇവിടുത്തെ ഒരാളുടെ ടിക്കറ്റ് ചാർജ്. രാവിലെ 8 മണി മുതൽ 4 മണി വരെയുണ്ട് ഈ സർവീസ്. ടിക്കറ്റ് എടുത്ത് ബോട്ട് യാത്രക്കായി നടന്നു. ഓഫ് സീസൺ ആയതുകൊണ്ട് അത്രയും തിരക്കില്ലായിരുന്നു. ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ഒന്നിക്കുന്ന ഒരിടത്തു കൂടിയാണ് ഈ ബോട്ട് യാത്ര. ആകെ 10-20 മിനിറ്റുള്ള യാത്ര, പക്ഷേ അത് ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പ്രദേശം പണ്ട് തിരുവിതാംകൂറിൻ്റെ കീഴിൽ വരുന്നതായിരുന്നു. ശേഷം 1956-ൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ ഇത് തമിഴ്നാടിൻ്റെ ഭാഗമായി മാറി. ഇന്നിത് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ ഒന്നാണ്. ബോട്ടിൽ നിന്നിറങ്ങി 30 രൂപ ടിക്കറ്റ് എടുത്ത് വിവേകാനന്ദ പാറ കാണാനായി നടന്നു. 1892 വിവേകാനന്ദ സ്വാമി ഇവിടെ വന്ന് ധ്യാനമിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ സ്മരണക്കാണ് 1970 ഇത് നിർമ്മിച്ചത്. ഇതിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുമുണ്ട്. ഇവിടെ നിന്നാൽ ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒറ്റ ഫ്രെയിമിൽ നമ്മൾക്ക് കാണാം. വിവേകാനന്ദ പാറക്ക് അടുത്തു തന്നെയാണ് തിരുവള്ളൂർ സ്റ്റാച്യു. ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് പുതിയ ഗ്ലാസ് ബ്രിഡ്ജ്. ആദ്യമായി കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ മഴ പെയ്ത് വെള്ളം ആയി മൂടിക്കിടക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. 2024 മുഖ്യമന്ത്രി MK സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ നേരെ പോകുന്നത് തിരുവള്ളൂർ സ്റ്റാച്യുവിലേക്കാണ്. തമിഴ് മഹാകവിയായ തിരുവള്ളൂരിനോടുള്ള ആദരസൂചകമായാണ് ഈ പ്രതിമ നിർമ്മിച്ചത്. 2000-ലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. 133 അടി ഉയരമുള്ള ഈ പ്രതിമ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കാവ്യമായ തിരുക്കുറലിലെ 133 അധ്യായങ്ങളെ സൂചിപ്പിക്കുന്നു. 2000-ൽ മുഖ്യമന്ത്രി കരുണാനിധിയാണ് ഇത് നാടിന് സമർപ്പിച്ചത്. ഇതിൻ്റെ താഴെ ചെല്ലുമ്പോൾ ഇതിൻ്റെ കറക്റ്റ് വലിപ്പം നമുക്ക് മനസ്സിലാകണം. നല്ല ഉയരം. ഇവിടെ നിന്ന് ഇന്ത്യൻ മെയിൻലാൻഡ് കാണാൻ പ്രത്യേക ഒരു ഭംഗിയും ആംബിയൻസുമാണ്. അതൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി. ഇപ്പോഴാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കറക്റ്റ് ഭംഗി എനിക്ക് മനസ്സിലായത്. ആ വിഷമം അങ്ങോട്ട് മാറി. പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. തിരിച്ച് ബോട്ടെടുത്ത് അവിടുത്തെ കടകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അങ്ങനെ അവിടുത്തെ കടകളൊക്കെ കണ്ടു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ഒരു ബിരിയാണി അങ്ങോട്ട് കഴിച്ചു. പിന്നെ അവിടുന്ന് പോയത് കന്യാകുമാരി പള്ളിയിലേക്കാണ്. ഒരു അടിപൊളി പള്ളി. പക്ഷേ ഇതിൻ്റെ ശരിക്കും ഭംഗി അറിയണമെങ്കിൽ രാത്രി വേണ്ട, ലൈറ്റ്സൊക്കെ ഓൺ ആകുമ്പോൾ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു നടന്നു. 5:20 കന്യാകുമാരിയിൽ നിന്നും ഡിബ്രൂഗഡ് വരെ പോകുന്ന വിവേക് എക്സ്പ്രസ്സിലാണ് എൻ്റെ മടക്കയാത്ര. അങ്ങനെ ഒരു ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം പോയി വരാൻ എനിക്ക് സാധിച്ചു. രാത്രി 11:80 ട്രെയിൻ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.